രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ധർമ്മപദത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇത് ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് 1ാം ഭാഗം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എന്തൊക്കെയുണ്ട്? ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ എല്ലാ തിങ്കളാഴ്ചയും നമ്മളെ രോഗങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു തരുന്ന നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ആ നാരായണീയം ആ ക്ലാസ് കേട്ട് ഭക്തിയോടുകൂടി ജപിച്ചാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറുന്നതാണ്. ചൊവ്വാഴ്ച കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായിട്ട് 83 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. ആദ്യമായി കാണുന്നവർ 83 തൊട്ട് കേൾക്കുക, സമയം കിട്ടുമ്പം പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്ത് കേൾക്കുക. ഒന്നേന്ന് ബുധനാഴ്ച വിസ്മയിപ്പിക്കുന്ന ജീവിതവുമായി വന്ന ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള നിങ്ങൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ കഥകളുമായിട്ട് ഞാൻ വരും. വ്യാഴാഴ്ച 12 മണിക്ക് നമുക്ക് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമുക്ക് 12 മണിക്ക് ശ്രീബുദ്ധൻ്റെ ധർമ്മപദം. ഓർമ്മിക്കുക, ഈ ധർമ്മപദം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു പക്ഷേ നിങ്ങൾക്കിതിൻ്റെ ആശയം മുഴുവൻ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും ഒരു ലെയറുണ്ട്. ആ ലെയർ ഇത് റെക്കോർഡ് ചെയ്യും. അടുത്ത ജന്മം ഇത് കുറച്ചുകൂടി മനസ്സിലാകത്തക്കവണ്ണമുള്ള സാഹചര്യത്തിൽ ജനിക്കും. നിങ്ങൾ ഈ ജന്മം ധർമ്മപദത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ പ്രയാസമാണ്. ഒരിക്കലും അങ്ങനെ കരുതി മാറ്റി വെക്കരുത്. ഓ ഇതൊക്കെ ആർക്കെങ്കിലും പറ്റുമോ? മൊത്തം ചെയ്യണ്ട, ഇച്ചിരിച്ച പരിശീലിച്ചാൽ മതി. സ്വല്പം പരിശീലിച്ചാൽ മതി. അങ്ങനെ പരിശീലിച്ചാൽ അടുത്ത ജന്മത്ത് കുറേ കൂടെ പരിശീലിക്കത്തക്ക ജന്മം കിട്ടും. അങ്ങനെ 2-3 ജന്മം കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് മോക്ഷം കിട്ടിയിരിക്കും. മോക്ഷം കിട്ടാൻ ധർമ്മപദത്തിലെ കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് കൃഷ്ണൻ ധർമ്മം സ്ഥാപിച്ചതിന് ശേഷം കൃഷ്ണാവതാരത്തിൽ ധർമ്മം സ്ഥാപിച്ചു. പക്ഷെ ആ ധർമ്മത്തിലേക്ക് വന്ന് മോക്ഷം കിട്ടാൻ പൂർണ്ണമായും കൃഷ്ണൻ അതിനകത്ത് പറയാത്തത് കൊണ്ടാണ് ബുദ്ധൻ്റെ അവതാരം എടുത്തിട്ട് ഭഗവാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നത്. അതുകൊണ്ട് ഇത് നല്ല ഫിലോസഫിയാണ്. പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും സാരമില്ല, കേട്ടുകൊണ്ടിരിക്കുക. അടുത്ത ജന്മം ഇതിൻ്റെ ലെയർ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളോടൊപ്പം പോകും.
അപ്പോൾ അടുത്ത ജന്മം നിങ്ങൾ വീണ്ടും അതിനേക്കാൾ നല്ല രീതിയിൽ മനസ്സിലാകത്തക്ക കുടുംബത്തിൽ നിങ്ങൾ ജനിക്കുന്നതായിരിക്കും. എല്ലാ വെള്ളിയും വൈകുന്നേരം 4 മണിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് 12 ഇട്ടിട്ടുണ്ട്. പിന്നെ ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, അത് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 96453339 എന്ന എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. അതേപോലെ സെപ്റ്റംബർ മാസം 11-ാം തീയതി രാധാഷ്ടമിയാണ്. ഓർമ്മിക്കുക, 1 കോടി ഏകാദശിക്ക് തുല്യമാണ് ഒരൊറ്റ രാധാഷ്ടമി വ്രതമെടുക്കുന്നത്. അപ്പോൾ രാധാഷ്ടമി വ്രതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. കാരണം ഏകാദശി എടുക്കുമ്പോൾ അത് ഭഗവാൻ മാത്രമാണ്. അതേസമയം രാധാഷ്ടമി ഭഗവാനും ആഘോഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ രാധാഷ്ടമിയുടെ അന്ന് കൃഷ്ണനും രാധാറാണിയും പരസ്പരം ചേർന്ന് നിൽക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് ഏകാദശിയേക്കാൾ പുണ്യം ഏതിന് വന്നിരിക്കുന്നത്? രാധാഷ്ടമിക്ക്. ഏകാദശിക്ക് ഭഗവാനും പിന്നെ രാധാറാണിയുമായിട്ടൊന്നും ചേർന്നിരിക്കുന്നില്ല. അത് ഭഗവാൻ മാത്രമാണ് നോക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തരുന്നു. 1 കോടി ഏകാദശി എടുക്കുന്നതിന് തുല്യമാണ് ഒരൊറ്റ രാധാഷ്ടമി. ഒന്നും വേണ്ട, ഉച്ചവരെ നിങ്ങൾ വ്രതമെടുത്താൽ മതി. 12 മണിക്ക് നിങ്ങൾക്ക് വ്രതം നിർത്താം. നിങ്ങൾക്ക് ഉടൻ തന്നെ രാധാഷ്ടമിക്ക് മുമ്പ്, രാധാഷ്ടമിയുടെ അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ മന്ത്രങ്ങൾ ഉരുവിടണം എന്ന വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഇവിടെ ശ്രീബുദ്ധൻ്റെ പ്രാർത്ഥന ഓർമ്മയുണ്ടല്ലോ. ഓം മണി പത്മേ ഹും, നമ്മളെ പത്മാവതിയുടെ പത്മേ. ഓം മഹാഗണപതയേ നമ. ഓം മണിപത്മേ ഹും. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന, ഒരു രോഗവും വരാതെ എന്നെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ധർമ്മപദത്തിലെ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. എന്താണ് ധർമ്മപദത്തിൽ ബുദ്ധൻ പറയാൻ പോകുന്ന ശ്ലോകം? അയ്യോ, അവൻ എന്നെ അപമാനിച്ചു, നിന്ദിച്ചു, അടിച്ചു വീഴ്ത്തി, കവർച്ച ചെയ്തു. ഇത്തരം ചിന്തകളുമായി കഴിയുന്നവൻ വിദ്വേഷത്തിൽ വർത്തിക്കുന്നു, ജീവിക്കുന്നു. ഇത്തരം ചിന്തകളെ കൈവിടുക, പ്രേമത്തിൽ വർത്തിക്കുക. അപ്പോൾ ബുദ്ധൻ പറയുന്ന ഒന്നാമത്തെ വരി മനസ്സിലായില്ലേ? അയ്യോ, അവൻ എന്നെ അപമാനിച്ചു, നിന്ദിച്ചു, അടിച്ചു വീഴ്ത്തി, കവർച്ച ചെയ്തു. ഇത്തരം ചിന്തകളുമായി കഴിയുന്നവൻ വിദ്വേഷത്തിൽ വർത്തിക്കുന്നു. ഇത്തരം ചിന്തകളെ കൈവെടിയുക, പ്രേമത്തിൽ വർത്തിക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ ലുക്ക് ഹൗ ഹി അബ്യൂസ്ഡ് മീ, ABUSED, എന്നെ നിന്ദിച്ചു. ആൻഡ് ബീറ്റ് മീ എന്ന് പറഞ്ഞാൽ എന്നെ അടിച്ചു. കണ്ടോ? ഹൗ ഹി ത്രൂ മീ ഡൗൺ, തള്ളിയിട്ടു. ആൻഡ് റോബ് മീ, ROBBED, എന്നെ കവർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇച്ചിരി സ്പോക്കൺ ഇംഗ്ലീഷും കൂടെ പഠിക്കാം ഇത് കേട്ട് കഴിഞ്ഞാൽ. കാരണം മലയാളവും കൊടുത്തിട്ടുണ്ട്, ഞാനതിൻ്റെ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്. ലീവ് വിത്ത് സച്ച് തോട്ട്സ്, ഇത്തരം ചിന്തകളുമായി ജീവിക്കുമ്പോൾ. ആൻഡ് യു ലീവ് ഇൻ ഹെയ്റ്റ്, നിങ്ങൾ വെറുപ്പിൽ ജീവിക്കുന്നു. അബാൻഡൺ സച്ച് തോട്ട്സ്, ആ ചിന്തകളെ നിങ്ങൾ കളയുക. ആൻഡ് ലീവ് ഇൻ ലവ്, ആ ചിന്തകളെ കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതിൽ ജീവിക്കുക? ആ ചിന്തകളെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ സ്നേഹത്തിൽ വർത്തിക്കുക. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോ, എന്താണ് ശ്രീബുദ്ധൻ പറയുന്നത്? ശ്രീബുദ്ധൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചൊവ്വാഴ്ച രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തിങ്കളാഴ്ച നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഈ സ്നേഹമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഒരടി തന്നിട്ടുണ്ടെങ്കിൽ, തിങ്കളാഴ്ചയാണ് നടന്നത്. പക്ഷേ ചൊവ്വാഴ്ച ഉണരുമ്പം തൊട്ട് നിങ്ങൾ ആ ചിന്തകളിൽ ജീവിക്കുകയും നിങ്ങൾ അവനെ വെറുക്കുകയും ചെയ്യുന്നു. ഇതാണ് ബുദ്ധൻ പറയുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയാവോ? ഞാൻ ഇന്നലെ അവിടെ പോയി, അവ എന്നെ കണ്ടപ്പം കാലെടുത്തങ്ങ് കാലിൻ്റെ മേളയിലോട്ട് കയറ്റി വെച്ച്, ഒന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ല കേട്ടാ, ഇരിക്കാൻ പോലും പറഞ്ഞില്ല. വരട്ടെ, കാണിച്ചു കൊടുക്കാം. അവൻ എൻ്റെ അച്ഛനെ വിളിച്ചു, അവൻ എൻ്റെ അടുത്ത് തർക്കിച്ചു. ഒന്നുമില്ലെങ്കിലും ഞാൻ അവൻ്റെ വയസ്സിന് മൂത്തതല്ലേ, അവൻ എൻ്റെ അടുത്ത് തർക്കിക്കുകയാണ്. അവൻ എന്നെ അടിക്കാനായിട്ട് കൈ ഓങ്ങിക്കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ അവൻ എന്നെ എന്തൊക്കെ ചീത്ത വിളിച്ചു, അവൻ എന്നെക്കുറിച്ച് എന്തൊക്കെ വൃത്തികേടുകൾ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മനുഷ്യനും പറയാത്ത വൃത്തികേടുകൾ അവൻ എന്നെക്കുറിച്ച് പറഞ്ഞു. വരട്ടെ, കാണിച്ചു കൊടുക്കാം, ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങൾ ഇത്തരം ചിന്തകളിൽ ജീവിക്കുന്നവരാണ് എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശ്രീബുദ്ധൻ നിങ്ങളോട് പറയുകയാണ്, ഇത്തരം ചിന്തകളിൽ നിങ്ങൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നടന്നു കഴിഞ്ഞ സംഭവത്തെ നിങ്ങൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. മറിച്ച് നിങ്ങൾ വർത്തമാനത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് ആരെയും വെറുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. തിങ്കളാഴ്ച ദിവസം എന്നെ ഒരാൾ അപമാനിച്ചു, അത് തിങ്കളാഴ്ച. ചൊവ്വാഴ്ച ദിവസം ഞാൻ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പം തിങ്കളാഴ്ചയെ കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ല. ചൊവ്വാഴ്ച ഞാൻ ഉറക്കം എഴുന്നേക്കുമ്പോൾ എന്താ പറയുന്നത്? അത് തിങ്കളാഴ്ച നടന്നത്, അത് തിങ്കളാഴ്ച തീർന്നു, അവിടെ വെച്ച് തീർന്നു. അപ്പൊ പിന്നെ എനിക്ക് ആരെങ്കിലും വെറുക്കാൻ പറ്റുമോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ശ്രീബുദ്ധൻ തപസ് ചെയ്യുകയാണ്. ആ സമയത്ത് ബുദ്ധന്റെ തന്നെ ബന്ധുവാണ് ദേവദത്തൻ. ഇപ്പൊ ദേവദത്തനെ നിങ്ങൾക്കറിയാം, യശോദയെ നേടാനുള്ള മത്സരത്തിൽ പങ്കെടുത്ത അതേ ദേവദത്തൻ. ശ്രീബുദ്ധന്റെ കഥ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ബുധനാഴ്ചത്തെ. ആ ദേവദത്തൻ ബുദ്ധനെ കൊല്ലാൻ വേണ്ടി ഒരു വലിയ കല്ലെടുത്ത് മലയുടെ മേളിൽ നിന്ന് ഉരുട്ടിവിട്ടു. ആ കല്ല് ഉരുണ്ടുരുണ്ട് വരികയാണ്. പക്ഷെ ബുദ്ധനാകട്ടെ ശാന്തനായിട്ടിരിക്കുകയാണ്. ആ കല്ല് ബുദ്ധന്റെ ദേഹത്ത് തട്ടാതെ അതങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നൊരു ദിവസം ദേവദത്തൻ വന്ന് പശ്ചാത്തപിച്ചു. അടുത്ത ദിവസം വന്നിട്ട് പറഞ്ഞു, അത് അങ്ങനെ അറിയാതെ സംഭവിച്ചതാണ്. ബുദ്ധൻ പറഞ്ഞു, ഏത്? അത് ഇന്നലെ കല്ലിട്ടത്. അത് ഇന്നലെയല്ലേ? ഞാനത് പറഞ്ഞു പോയില്ലേ, ഇന്നലത്തെ കാര്യമല്ലേ? നീ ഇപ്പം എന്താ വളരെ നല്ലവനായിട്ടല്ലേ നിൽക്കുന്നത്? അതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഞാൻ വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞതൊന്നും ഞാൻ ഓർമ്മിക്കാറേ ഇല്ല. പലതവണ ഈ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ പറഞ്ഞിട്ടുള്ള ബുദ്ധന്റെ മറ്റൊരു ഉദാഹരണം. ഒരു മനുഷ്യൻ വന്നിട്ട് ബുദ്ധന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ഇങ്ങനെ ആരോഗ്യമുണ്ട്, ജോലിയെടുത്ത് ജീവിച്ചൂടെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കാർക്കിച്ചു തുപ്പി, ഫൂ എന്നും പറഞ്ഞ്. ബുദ്ധനാകട്ടെ അത് തുടച്ചു കളഞ്ഞിട്ട് ബുദ്ധൻ തന്റെ ധ്യാനം തുടർന്നു. ആ മനുഷ്യൻ ഉറക്കം നഷ്ടപ്പെട്ടു. എന്നിട്ട് അടുത്ത ദിവസം ആ മനുഷ്യൻ വന്നിട്ട് എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ബുദ്ധൻ ചോദിച്ചു, എന്തോതിന്? അല്ല, ഇന്നലെ ഞാൻ വന്ന് ഇങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തായിരുന്നു ഇല്ലേ? ഞാൻ ഇന്നലത്തെ കാര്യം ഓർക്കാറില്ല, ഒരു മിനിറ്റിന് മുമ്പ് നടന്നതും ഞാൻ ഓർക്കാറില്ല. അത് അവിടെ വെച്ചങ്ങ് കഴിഞ്ഞു. ഇപ്പൊ നിനക്ക് പശ്ചാത്താപം തോന്നി, നീ നല്ലവനായല്ലോ, ഇരിക്കൂ. ആ മനുഷ്യൻ ബുദ്ധന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. നിങ്ങളാണെങ്കിലോ? തിങ്കളാഴ്ച ദിവസം ഒരുത്തൻ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പി എന്ന് സങ്കല്പിക്കുക. ആ ഒരു മാസം മുഴുവനും ഈ തുപ്പലുമായിട്ട് നിങ്ങൾ നടക്കും. എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം ഒരുത്തൻ നിങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയാൽ നിങ്ങളത് കഴുകിക്കളയും. ചൊവ്വാഴ്ച ദിവസം തൊട്ട് അവനെ തിരിച്ച് അടിക്കാൻ വേണ്ടി കൊട്ടേഷൻ ടീം അല്ലെങ്കിൽ പോലീസിൽ പരാതി കൊടുത്തു. ചൊവ്വയും ബുധനും വ്യാഴവും ഒക്കെ ഓരോരുത്തരുടെ അവൻ്റെ മുഖത്ത് തുപ്പി കേട്ടാ, വിടത്തില്ല ഞാൻ, കൊല്ലും അവനെ, എൻ്റെ കൈ കിട്ടിയാൽ കൊല്ലും ഞാൻ, വെട്ടിക്കൊല്ലും. ഇങ്ങനെ ഞങ്ങൾ നടക്കുന്നത്. കാരണം നിങ്ങൾക്ക് തിങ്കളാഴ്ചയാണ് തുപ്പിയത്. ചൊവ്വാഴ്ച ഉണരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ തുപ്പലുണ്ട്, തുപ്പിയത്. ബുധനും തുപ്പലുണ്ട്. വല്ല കാര്യമുണ്ടോ വല്ലവൻ്റെയും തുപ്പലുമായിട്ട് അത്രയും ദിവസം ഇങ്ങനെ ജീവിക്കുന്നത്? അത് തുപ്പിയത് തുപ്പി. അപ്പൊ ബുദ്ധൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. വർത്തമാനത്തിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ കാണുന്നവരെല്ലാം അപരിചിതരാണ്. എന്തുകൊണ്ട്? തിങ്കളാഴ്ച ദിവസത്തെ കാര്യം ഞാൻ മറന്നു. അപ്പോൾ ചൊവ്വാഴ്ച ഞാൻ കാണുമ്പോൾ അയാളത് ഫ്രഷ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഒരു പരിചയവുമില്ലാത്തവരോട് നിങ്ങൾക്ക് കോപിക്കാൻ പറ്റുമോ? എൻ്റെ ചോദ്യം ഇതാണ്. ഞാൻ നിങ്ങൾക്കൊരു പരിചയവുമില്ല, ഒരു പരിചയമില്ലാത്ത ഒരാളെ ചൂണ്ടിയിട്ട് പറയുകയാണ് ഇയാളെ അങ്ങ് വെറുക്കാമോ? അപ്പോൾ നിങ്ങൾ പറയും അതെന്തിനാ ഞാൻ വെറുക്കുന്നു? അയാൾ എൻ്റെ അടുത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പം നമ്മുടെ വാച്ചിൽ എത്ര മണിയായി, അതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചാലേ വെറുക്കാൻ പറ്റൂ. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ വീഡിയോ കാണാത്ത, എന്നെ അറിയാത്ത ഒരാൾ കയറി വരുന്നു. അപ്പം നിങ്ങൾ പറയുകയാണ് ദാ ഇത് കണ്ടോ, ഇതാണ് ദിലീപ് സാറ്, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ ദിലീപ് സാറിനെ അങ്ങ് വെറുത്തേ. അപ്പോൾ അയാൾ എന്താ പറയും, ഞാൻ എന്തിന് ദിലീപ് സാറിനെ വെറുക്കുന്നത്? ഞാൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കാണുകയാണ്, ദാ ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യൻ എന്നോട് ഒന്നും ചെയ്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് വെറുക്കുന്നത്? അപ്പം നിങ്ങൾക്കൊരാളെ വെറുക്കണമെങ്കിൽ ചുമ്മാ വെറുക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യൻ ട്രൈ ചെയ്താൽ പോലും അയാൾക്ക് എന്നെ വെറുക്കാൻ പറ്റത്തില്ല. ഞാൻ അയാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മുമ്പ് ചെയ്തിരിക്കണം. അപ്പൊ ബുദ്ധൻ പറയുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിദ്വേഷത്തിൽ വർത്തിക്കാൻ കഴിയൂ. അപ്പോൾ ആലോചിക്കുക, ബുദ്ധൻ പറയുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, ഒരാൾ നിങ്ങളെ അപമാനിച്ചെന്നിരിക്കട്ടെ, നിന്ദിക്കെന്നിരിക്കട്ടെ, അത് അവിടെ വെച്ചങ്ങ് കളയുക. അവൻ്റെ സംസ്കാരത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ഇല്ലേ, ബുദ്ധൻ നടന്നു പോയപ്പോൾ ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട്, ബുദ്ധനെ കുറേ പേര് തടഞ്ഞു നിർത്തിയിട്ട് ആക്ഷേപിക്കാനൊന്നുമില്ല, കാഷായവും ധരിച്ചുകൊണ്ട് നടക്കുകയാണ്, ജോലി ചെയ്തൂടെ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയാണ്. കുറേ നേരം ബുദ്ധൻ കേട്ടുകൊണ്ട് നിന്നിട്ട് പറഞ്ഞു, അല്ല ഒരു ഉപകാരം ചെയ്യുമോ? ഞാൻ അത്യാവശ്യമായ ഒരു ഗ്രാമപ്രദേശത്തേക്ക് പോവുകയാണ്, അവരെന്നെ കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും, ഇത്ര സമയത്തിന് തിരിച്ചു വരും, അപ്പോൾ എനിക്ക് ആവശ്യം പോലെ സമയമുണ്ട്, നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാം. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ? നിങ്ങളുടെ സംസ്കാരത്തിന് ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? അതല്ലേ, നിങ്ങളുടെ ഒരുത്തം കുറേ ചീത്ത വിളിക്കുന്നു, അത് അവൻ്റെ സംസ്കാരം, അതിന് നമ്മളെന്തിനാ? ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാനൊരു ദിവസം അങ്ങ് കുറേ ചീത്ത വിളിക്കുന്നു, അതിന് നിങ്ങളെന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് സംസ്കാരം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചീത്ത വിളിച്ചത്. നിങ്ങൾക്ക് സംസ്കാരം ഇല്ലെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ. നിങ്ങൾ സംസ്കാരം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് വിവരമില്ല, അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് എന്നെ ചീത്ത വിളിച്ചു, അതിന് ഞാനെന്താ ചെയ്യുന്നത്? അപ്പോൾ ബുദ്ധൻ പറയുന്നു, ഒന്നേ, നിങ്ങളെ ആരെങ്കിലും അപമാനിക്കുകയോ നിന്ദിക്കുകയോ ചെയ്താൽ കള, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. അതിനുള്ള എളുപ്പ വഴി ബുദ്ധൻ പറയുകയാണ്, ഒന്നേ, നിങ്ങൾ തിങ്കളാഴ്ച ദിവസം നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം നിങ്ങളെ ആരെങ്കിലും ഒരാൾ അപമാനിച്ചു, ചൊവ്വാഴ്ച രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തിങ്കളാഴ്ച നടന്നതെല്ലാം മറക്കാൻ. അതായത് പതുക്കെ ചെയ്താൽ മതി, നമുക്കത് പെട്ടെന്ന് പാടാണ്. ഇപ്പോൾ ബുദ്ധൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, തിങ്കളാഴ്ച ദിവസം നിങ്ങളെ ഒരാൾ അപമാനിച്ചു, വേണമെങ്കിൽ നിങ്ങളങ്ങ് തിങ്കളാഴ്ചയും കൂടെ അതങ്ങ് വിചാരിച്ചോ. പക്ഷെ ചൊവ്വ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തിങ്കളാഴ്ച നടന്ന ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രതിജ്ഞ, തിങ്കളാഴ്ച നടന്ന ഒന്നിനെക്കുറിച്ചും ഞാൻ ഇനി ചിന്തിക്കത്തില്ല. ബുധൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ചൊവ്വ നടന്ന ഒന്നും അതെനിക്ക് വേണ്ട, പാസ്റ്റ്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കൂ. അങ്ങനെ ചിന്തിച്ചാൽ പതുക്കെ പതുക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഇത് പാടാണ്, എങ്കിലും നിങ്ങൾ വിചാരിക്കുന്നു, ഇല്ല ദിലീപ് സാർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ അങ്ങ് മറന്നേരെ എന്ന് പറഞ്ഞു, പോട്ടെ. എങ്കിലും തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സിൽ തികട്ടി വരും. ഒരു കാരണവശാലും ഞാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ആദ്യമൊക്കെ പാടാ, കാരണം നിങ്ങൾ വർഷങ്ങളായി ശീലിച്ചവരായതുകൊണ്ട് പാടാ. പക്ഷേ നിങ്ങൾക്ക് തിങ്കളാഴ്ച ദിവസം നിങ്ങളെ ഒരാൾ അപമാനിച്ചാൽ അതൊരു ചൊവ്വാഴ്ച ദിവസം 1-2 മണിക്കൂർ കൊണ്ടങ്ങ് ഓർമ്മിച്ച് നിർത്തുമെങ്കിൽ പുരോഗതിയായി കഴിഞ്ഞു. അങ്ങനെ പതുക്കെ പടിപടിയായിട്ട് കയറാം. അപ്പൊ ബുദ്ധൻ ഈ ശ്ലോകത്തിലൂടെ ആദ്യമായി പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബുദ്ധൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഓരോ ദിവസവും നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തലേന്നത്തത് മറക്കുക. അങ്ങനെ മറന്ന് ശീലമായി വന്നു കഴിയുമ്പോൾ പിന്നെ
ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 7:30 ആ 7:30 മണിക്ക് വൈകുന്നേരം 7:30 റെക്കോർഡ് ചെയ്യുന്നത്. കുറച്ച് ബാലൻസ് ആയി കഴിഞ്ഞാൽ 7:30 റെക്കോർഡ് ചെയ്യുന്നു. 7:29 വരെ നടന്നത് കളയുക, ഞാൻ ആ 7:30 ജീവിക്കുക. ഇതാണ് ബുദ്ധൻ പറയുന്നത്. ഇനി ബുദ്ധൻ പറയുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്കൊരാളോട് സ്നേഹം തോന്നുന്നു. ബുദ്ധൻ വളരെ ശ്രദ്ധിച്ചിട്ടാണ്. ബുദ്ധൻ പറയാണ്, നിങ്ങൾക്കൊരാളോട് സ്നേഹം തോന്നുന്നു, അത് സ്നേഹമല്ല, അത് വെറുപ്പിൻ്റെ മറുവശമാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് സ്നേഹവും വെറുപ്പും. നിങ്ങൾക്കൊരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ എന്താണ് വെറുപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം എന്താ പറയേണ്ടത്, നിങ്ങളെ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ വളരെ സ്നേഹത്തിൽ സംസാരിച്ചിട്ട് പറഞ്ഞു, നാളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ, തീർച്ചയായിട്ടും വരണം, അല്ലെങ്കിൽ അതുവഴി പോകുമ്പം വരണം. ഉടനെ നിങ്ങൾക്ക് സ്നേഹമായി. അപ്പോൾ ഉടനെ നിങ്ങൾ എന്താ പറയുന്നത്, യോ പാവം, എന്ത് നല്ല മനുഷ്യൻ അല്ലെങ്കിൽ എന്ത് നല്ല സ്ത്രീ എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് സ്നേഹം തുടങ്ങി, അവിടെ വെറുപ്പിരിപ്പുണ്ട്. അതേ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ അയാളെ ഒന്ന് ചൊറിയാൻ ചെന്നേ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്ന് ചെറിയാൻ തന്നെ, സ്നേഹം മാറി. അത് ഒന്നും വേണ്ട. ഒരു ദിവസം ഒരാൾ പറഞ്ഞു, നിങ്ങളോട് സ്നേഹത്തിൽ സംസാരിച്ചു, നിങ്ങൾക്ക് സ്നേഹം തോന്നി. പിറ്റേന്ന് നിങ്ങൾ ചെന്നപ്പോൾ അയാൾ പറയുകയാണ്, ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ചേരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നും വേണ്ടതിനാണോ, അത് ശരി. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും നിങ്ങളൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ചെന്നപ്പോൾ, നിങ്ങൾ ഡ്രസ് കോഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ഇതെന്താ ഇത് കണ്ടിട്ട് ഒരുമാതിരി ഇരിക്കുന്നല്ലോ. തീർന്നു. സ്നേഹം ആരായി മാറാൻ തുടങ്ങി, വെറുപ്പായിട്ട് മാറാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ആരെ സ്നേഹിച്ചാലും അതിൻ്റെ കൂടെ വെറുപ്പും ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാൾ സ്നേഹം തരുന്നത് കൊണ്ടാണ്. അയാൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അയാൾ ഉടനെ നിങ്ങളെടുത്ത് വെറുപ്പ് കാണിക്കുന്നത് കാണാം. ഈവൻ നിങ്ങളുടെ മക്കളായാൽ പോലും കണ്ടോ, നമ്മൾ മക്കളായാൽ പോലും അവനെ അടിച്ചു കഴിയുമ്പോൾ അവൻ എന്താ ചെയ്യുന്നത്, മക്കൾക്ക് 2 കുറ്റം കണ്ട് അടി കൊടുത്തേ അവൻ അന്നേരമൊക്കെ കരയും. കരഞ്ഞിട്ട് അവൻ്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും അവൻ്റെ മനസ്സിൽ വരുന്നതെന്നൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് മക്കൾ നല്ല വളർന്നു കഴിയുമ്പോൾ അച്ഛനൊക്കെ അടിക്കാൻ കൈ ഓങ്ങുമ്പം ചില മക്കൾ ആ കൈക്ക് കയറി പിടിക്കും. അച്ഛനൊക്കെ ശരി തന്നെ, ശരീരം നൊന്താ എനിക്ക് പിടിക്കത്തില്ല കേട്ടോ. ഉണ്ടോ? സ്നേഹം ആരായിട്ട് മാറുന്നു, വിദ്വേഷമായിട്ട് മാറുന്നു. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിയാൽ അത് സ്നേഹമല്ല എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരിഷ്ടത്തെ ഒന്നും വേണ്ട, നിങ്ങളുടെ മോനെ അല്ലെങ്കിൽ മോളെ ഭയങ്കരമായി സ്നേഹിക്കുന്നു, ഓക്കെ, ഭയങ്കരമായി സ്നേഹിക്കുന്നു. മോക്കോ നിങ്ങളോടും ഭയങ്കര സ്നേഹം, 2 പേർക്കും പ്രാണൻ. ഈ സമയത്ത് മോക്കൊരു പ്രണയം വന്നു, അമ്മ എനിക്കിതിനെ കല്യാണം കഴിക്കണം. അപ്പം നിങ്ങൾ പറയണം, അയ്യോ അവന് ജോലിയും കൂലിയും ഇല്ല, പറ്റത്തില്ല. തീർന്നു. ആ മകളുടെ ഇഷ്ടത്തെ നിങ്ങൾ എതിർത്ത നിമിഷം ആ മകൾക്ക് അതുപോലുള്ള സ്നേഹം തീർന്നിട്ട് അതാരായി മാറി, വെറുപ്പായിട്ട് മാറി. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, പിന്നെ എന്താണ് പ്രേമം, പിന്നെ എന്താണ് സ്നേഹം എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് ബുദ്ധൻ വ്യക്തമായിട്ട് പറയുന്നു. നോക്കൂ, ഒരാൾ ബുദ്ധനെ ആക്ഷേപിക്കുമ്പോൾ ബുദ്ധൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? ശ്രദ്ധിച്ചു കേട്ടോ. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരാൾ കണ്ടില്ലേ, ബുദ്ധൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ദേവദത്തൻ കല്ല് ഉരുട്ടിയിട്ടു. അപ്പോൾ മറ്റുള്ളവർ ചോദിച്ചു, എന്തേ ഓടി മറയാഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, നോക്കൂ, കഴിഞ്ഞ ജന്മം ഞാൻ ദേവദത്തനോട് എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിനവൻ പകരം വീട്ടുകയാണ്. അതിന് ഞാൻ തടയാൻ നിന്നാൽ അടുത്ത ജന്മത്ത് അവൻ വീണ്ടും ഇതേ പ്രവൃത്തി ആവർത്തിക്കും. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ, പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ പറയുന്നത്, ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ നിങ്ങൾ ഉടനെ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ജന്മത്ത് ഞാൻ ഇയാളെ അപമാനിച്ചിട്ടുണ്ട്, അതിൻ്റെ പകരം തീർക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അറിയത്തില്ലേ, മച്ചാക്കി മച്ച പോട്ട് മച്ച എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയൊക്കെ ഓരോരുത്തർ പറയുന്നതാണ്, നീ അത് ചെയ്തു അതിന് പകരം ഞാനും ഇങ്ങനെ ചെയ്തു, അതിന് പകരമാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ നാട്ടിലൊരു ചൊല്ലാണ് ഇവിടുത്തെ തന്നെ അർത്ഥം, എനിക്കറിവിടെ, മച്ചാക്കി മച്ച പോട്ടുമച്ച എന്ന് പറയുന്ന ഒരു ചൊല്ല് നമ്മളെ ഈ നാട്ടിലുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ,
നിങ്ങൾ ഒരു പെണ്ണിനെ പ്രേമിക്കുമ്പോൾ നിങ്ങൾ ഉടനെ പറയുമല്ലോ, അത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ ബന്ധമാണ്, അതുകൊണ്ടാണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത്രയും സ്നേഹം തോന്നിയത്. അപ്പോൾ ഒരാളെ കണ്ടപ്പോൾ അടുത്തപ്പോൾ സ്നേഹം തോന്നുന്നത് കഴിഞ്ഞ ജന്മത്തെ ബന്ധമാണെങ്കിൽ വെറുപ്പ് തോന്നുന്നതും ഏതാണ്? കഴിഞ്ഞ ജന്മത്തെ റീസണാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. ബുദ്ധൻ പറയുകയാണ്, യഥാർത്ഥ സ്നേഹം എന്തെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ ആഗ്രഹമുണ്ടോ? യഥാർത്ഥ സ്നേഹം എന്തെന്ന് അനുഭവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ബുദ്ധൻ പറയുന്നത്. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളെ അപമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിക്കുക, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾക്കെതിരെ എന്തോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ എന്തോ ചെയ്തതുകൊണ്ടാണ് ഏതെന്ന് പറയുന്നത്. അതായത് ഒരാൾ വന്ന് നിങ്ങളെ കുറേ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കേണ്ടത്, ഇതുപോലെ 10 ആളുകളുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞ ജന്മം ഞാൻ ഇവനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അവൻ അതിൻ്റെ പകരം വീട്ടുകയാണ്, തീർന്നു കിട്ടി, ഇനി അടുത്ത ജന്മം ഇവനും ഞാനും തമ്മിൽ ഒരു ശത്രുതയും ഇല്ല. അതൊരു സത്യവും കൂടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതൊരു സത്യവും കൂടാണ്. നിങ്ങൾ കാരണമില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ഒരാൾ നിങ്ങളെ അപമാനിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനം പറയുന്നു. ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ട് നിരവധി സ്ത്രീകൾ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ പറയുകയാണ് നിങ്ങൾ കുഴപ്പക്കാരിയാണ്, നിങ്ങൾക്ക് പലരുമായിട്ട് അടുപ്പമുണ്ട്, സത്യത്തിലൊന്നുമില്ല, അപവാദം പറയുക. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാവോ? ഇതുപോലെ നിഷ്കളങ്കനായ ഇവനെ അല്ലെങ്കിൽ ഇവളെ കഴിഞ്ഞ ജന്മത്തിൽ ഞാനും അപമാനിച്ചിട്ടുണ്ട്, അങ്ങനെ അപമാനിച്ചതിന് അവൻ പകരം തീർക്കുകയാണ്, അത് സത്യവുമാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുവോ, ഒരുത്തൻ വന്ന് നിങ്ങളുടെ കരണക്കുറ്റിക്ക് ഒരു അടി തരുന്നു, ഉറപ്പാണ് നിങ്ങൾ കഴിഞ്ഞ ജന്മം അവൻ്റെ കരണത്തടിച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ സംഭവം. ക്ലീനായിട്ട് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ ശരി തെറ്റിനെ കുറിച്ചൊന്നും പറയരുതെന്ന് നമ്മൾ പറയുന്നത്. ശരിയും തെറ്റും ഒന്നുമില്ല. നിങ്ങൾ എന്തനുഭവിച്ചാലും അത് കഴിഞ്ഞ ജന്മത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് സ്നേഹമായി. ആലോചിച്ചോക്കെ. ഇപ്പം നിങ്ങൾ എന്നെ വന്നങ്ങ് കുറേ ചീത്ത വിളിക്കുകയാണ്, അപ്പം ഞാൻ വിചാരിക്കുകയാണ്, കഷ്ടം, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇതേ കണക്ക് ഇവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അതിന് പകരം അവർ പറയുകയാണ്, പറഞ്ഞു തീർക്കട്ടെ, അപ്പോൾ എനിക്ക് കരുണയായി. ഇതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ ഒരാൾ നമ്മളെ ആക്ഷേപിച്ചാലും അയാളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രേമം അനുഭവിക്കുന്നു എന്നാണ് അർത്ഥം. പ്രേമം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആണും പെണ്ണും തമ്മിലുള്ള പ്രേമമല്ല. ഇതാണ് ശ്രീബുദ്ധൻ പറയുന്ന രണ്ടാമത്തെ കാര്യം. അതിന് ധർമ്മപദത്തിൽ ശ്രീബുദ്ധൻ പറയുന്ന എളുപ്പമാർഗം, പ്രേമം എന്തെന്ന് പരിശീലിക്കാനുള്ള എളുപ്പമാർഗം ഇതാണ്. അത് സത്യവുമാണ്. നിങ്ങളെ ആരെ അപമാനിച്ചാലും നിങ്ങൾ വിചാരിക്കുക, ഞാൻ കഴിഞ്ഞ ജന്മത്ത് അയാളെ അപമാനിച്ചു, ഈ ജന്മത്ത് അയാൾ എന്നെയും അപമാനിച്ചു, അവിടെ വെച്ച് തീർന്നു. ഇങ്ങനെ നിങ്ങൾ കരുതുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇന്ന് മുതൽ വെറുപ്പിൽ ജീവിക്കാതിരിക്കുക. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ കാച്ചിക്കുറുക്കിയ പദം ഞാൻ പറഞ്ഞുതരാം. 1, നിങ്ങൾ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഓരോ ദിവസവും ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തലേന്നത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആരെയും വെറുക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആലോചിക്കുക, ഒരാളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ തന്നെ വെറുപ്പുണ്ട്. നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ചെയ്താൽ വെറുക്കും. നിങ്ങൾക്കിഷ്ടപ്പെടാത്തത് ചെയ്യുമ്പോഴും നിങ്ങൾ അയാളെ സ്നേഹിക്കുമെങ്കിൽ നിങ്ങളുടെ സ്നേഹം യഥാർത്ഥത്തിലുള്ളത്. അങ്ങനെ ഒരു സ്നേഹം എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും? അതിൻ്റെ വഴികളാണ് ബുദ്ധൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു സ്നേഹം വളർത്തിയെടുക്കണമെങ്കിൽ ഒരാൾ നിങ്ങളെ അപമാനിക്കുമ്പോൾ ഉടൻ നിങ്ങൾ വിചാരിക്കുക, ഞാനും ഇയാളെ കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലെ അപമാനിച്ചിട്ടുണ്ട്, അതിന് പകരം വീട്ടുകയാണ്, ദൈവമേ അതിവിടെ വെച്ച് നീട്ടി ചേർത്ത് തന്നു, സന്തോഷം. ഒരാൾ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞാൽ നിങ്ങൾ അയാളെ കഴിഞ്ഞ ജന്മത്തെ അപവാദം പറഞ്ഞത് അയാൾ വീട്ടുകയാണ്. ഒരാൾ നിങ്ങളെ പ്രണയിച്ചു, പകുതി വഴിക്ക് കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ജന്മത്ത് നിങ്ങളും ഇതേപോലെ അയാളെ പ്രണയിച്ചിട്ട് പകുതി വഴിക്ക് കളഞ്ഞിട്ട് പോയതുകൊണ്ടാണ് സംഭവിച്ചത്.
അപ്പോൾ നിങ്ങൾക്ക് അയാളോട് സ്നേഹം തോന്നും. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇത് ഭയങ്കര ഫിലോസഫിയാണ്. എന്തെങ്കിലും കുറച്ചും കൂടെ ലളിതമാക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഇനി ശ്രീബുദ്ധന്റെ മന്ത്രം ഓം മണിപത്മേഹും. ഇനി നമ്മുടെ രാധാജിയുടെ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ